ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 6 അടിയാണ്. 2000 പേര് മുകളിൽ നിൽക്കുമ്പോൾ ഹൈറ്റ് എന്തോരാണ്? ആണ് 2000 ഭാഗം. അപ്പൊ അത്രയും ഉണ്ട് ഇവിടെ താഴെ. ഇവിടെയൊക്കെ കാറ്റും കോളും വരുമ്പോഴുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. കടലിന്റെ സ്വഭാവം ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊന്നുണ്ട്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലിന്റെ മറ്റൊരു മുഖം കാണിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഇന്നത്തെ ഈ വീഡിയോ കാറ്റിലും കോളിലും അകപ്പെടുമ്പോഴുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. റഫ് ടൈമിൽ കടലിൽ ബോട്ടിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ നിൽക്കണ പോലെയല്ല. എന്തിനെല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. കിടക്കാനും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും എന്തിനും ബാത്റൂമിൽ പോകാൻ വരെയിട്ടാ. കരയിൽ നിന്ന് ഏകദേശം 150 നോട്ടിക്കൽ മൈലോടി കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് 270 കിലോമീറ്റർ വരും. കന്യാകുമാരിയിൽ നിന്ന് നേരെ ഉള്ളിലേക്ക് കയറിയിട്ടാണ്ട നമ്മൾ ആദ്യത്തെ വലയിട്ട്. വേറൊരു സ്ഥലത്ത് മീൻ നല്ല രീതിയിൽ കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ഓടേണ്ട. സീസൺ ടൈം ആയതിന്റെ പേരിലാണ് 1-2 ദിവസമൊക്കെ ഓടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 6 ദിവസമൊക്കെയാണ് നമ്മൾ നിർത്താണ്ട് ഓടുന്നത്. 400-500 നോട്ടിക്കൽ മൈലൊക്കെ ഈ ബോട്ട് ഓടിപ്പോവും. ബോർഡർ വരെയൊക്കെ പോകും. അതുകൊണ്ടാണ് ഇതിനെ ലോങ് ടൈം ഗിൽനെറ്റ് ബോട്ട് എന്ന് വിളിക്കുന്നുണ്ട്. ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം നാഗരാജനൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴ പൊടിയുണ്ട്, അതിനൊപ്പമുള്ള കാറ്റുമുണ്ട്. കടലിന്റെ സ്വഭാവം പയ്യെ ഇങ്ങനെ മാറി തന്നെ. ഉച്ചക്കലത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു മീൻ കുളമ്പും അതുപോലെ തന്നെ പറച്ചാളില് നമ്മുടെ പറവ മീൻ അത് വറുത്തുണ്ട്. ഇപ്പം എടുത്തേക്കണ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെടുവേണ് നമ്മൾ എടുത്തേക്കണം. അത് നമ്മൾ വെട്ടി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാണുന്നത്. ഓരോ ചെറിയ ചെറിയ തിര വരുമ്പോഴും ബോട്ട് ഇങ്ങനെ ആടി ഉലഞ്ഞുലഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. ഈ കാണുന്ന മീനാണ്ട പറവച്ചാള എന്ന് പറയും, അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫിഷ് എന്ന് പറയും. നമ്മുടെ കടലിൽ പറക്കാൻ കഴിവുള്ളൊരു മീനാണ്ട. ഇതിൽ കുറേയൊക്കെ ഞങ്ങളുടെ ബോട്ടിലേക്ക് പറന്നു വന്ന മീനുകളാണ്. അതല്ലാണ്ട് കുറച്ച് മാത്രമാണ് വലയിൽ വന്നേട്ടാ. ബാക്കിയുള്ള മീനുകളൊക്കെ ഈ വല പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പറന്നു കയറിയ മീനുകളാണ്. അപ്പൊ ഇതിനെല്ലാത്തിനെയും ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറക്കിയെടുത്തിട്ട് വറക്കാനായിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കണ ഈ കാണുന്ന. ഇത് കുളമ്പ് വെക്കില്ല, കാരണം കുളമ്പ് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ വറക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയും അതുപോലെ തന്നെ ബോട്ടിന്റെ മുന്നിൽ കൂടെ വെള്ളമൊക്കെ അടിച്ച് കയറുന്നതിന്റെ പേരിൽ ചിലപ്പോൾ പലർക്കും വൃത്തിക്കുറവൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഇതൊരു ഫിഷിംഗ് ബോട്ടായതിന്റെ പേരിൽ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പോയെ അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവമെല്ലാം മാറാൻ തുടങ്ങി. കാറ്റിന്റെ വേഗത കൂടാൻ തുടങ്ങി. എന്താ പറയാ, ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിലായിട്ടുണ്ട്. ഇപ്പൊ ഓണർ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു 2 ദിവസം നല്ല കാറ്റുണ്ടാവും. അതുപോലെ നമ്മൾ ഷിപ്പിൽ വയർലെസ്സിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് 40 കിലോമീറ്ററിന് വരെയും കാറ്റ് വീശാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. ഇന്നിട്ട് നാളെ ഇതിലും കൂടുതലായിരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ മീൻ വെട്ടുന്നതിലും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവർ കട്ട് ചെയ്യണത്. ഇവർ കട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളധികം എടുക്കാറില്ല. അത് മാത്രമല്ല ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. മുള്ള് എന്തോ ഇവർക്ക് അലർജിയാന്ന് തോന്നുന്നു. ഒട്ടുമിക്ക മീനിലും മുള്ളെടുക്കാതെയാണ് ഇവർ മീറ്റ് മാത്രം എടുക്കണം. ചൂരയായാലും അതുപോലെ ഈ പീ മീൻ, പിന്നെ നമ്മുടെ ഈ ചെയിൻ കവറില്ലേ പറള മീൻ, അതായത് മഹി എന്നൊക്കെ പറയണ മീൻ, ആ ഫിഷ് കട്ട് ചെയ്യുമ്പോഴും മുള്ളങ്ങനെ എടുക്കാറില്ല. നമ്മുടെ ബോട്ടിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ബോട്ടും കൂടി ഓടി വന്നിട്ടുണ്ട്. അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മഴ ചില സ്ഥലങ്ങളിൽ പെയ്യും, ചില സ്ഥലങ്ങളിൽ പെയ്യില്ല. അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല കലക്കനായിട്ട് കാണാൻ പറ്റൂട്ടാ. ശരിക്കും ഒരു ബോട്ട് അടുത്ത് വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. വേറൊന്നുമല്ല, നമുക്ക് നമ്മുടെ ബോട്ടിൽ ആ ഒരു ആട്ടവും ഉലച്ചിലും റോളിങ്ങും എല്ലാം നമുക്ക് ക്യാമറയെ പകർത്തുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് എന്തോരം നമ്മൾ പകർത്താൻ നോക്കിക്കഴിഞ്ഞാലും അത്ര എഫക്റ്റീവായിട്ട് കിട്ടില്ല. പക്ഷെ അടുത്തൊരു ബോട്ട് വരാൻ നേരത്തെ നമുക്കത് കലക്കനായിട്ട് കാണാൻ പറ്റുള്ളൂ. കറക്റ്റ് സമയത്ത് ഒരു ബോട്ട് നമ്മുടെ ബോട്ടിന്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. സമയമുണ്ട്, അത് നമ്മുടെ ബോട്ടിന്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റക്കൊള്ളേന്റെ പേരിൽ പയ്യാണ് വന്നത്. അപ്പൊ നമുക്ക് ആ ബോട്ട് അടുത്തേക്ക് വരുമ്പോൾ കാണാൻ പറ്റും കടലിന്റെ യഥാർത്ഥ രൂപം എന്താണെന്നുള്ളത്. കടലിൽ പോകാൻ നേരത്ത് നമുക്ക് ഏറ്റവും ഭീഷണിയായിട്ടുള്ള ഒന്നാണ് കാറ്റിട്ട. മഴ വന്നു കഴിഞ്ഞാൽ അത്രയും പ്രശ്നമില്ല. പക്ഷെ കാറ്റ് വന്നു കഴിഞ്ഞാൽ തിരമാലകളുടെ ഉയരം കൂടും. അതുപോലെ തന്നെ ബോട്ട് പിടിച്ചോടുത്ത് നിർത്തൂല. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നിൽക്കും. കാരണം ഓപ്പൺ സീയിൽ കാറ്റടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പവർ ആയിരിക്കുള്ളൂ. മഴ പെയ്യാൻ നേരത്ത് നമുക്ക് നല്ലതാണ്. കാരണം മഴ മാത്രം പെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിൽ കടലിൽ പോകുമ്പോൾ എപ്പോഴും ഉപ്പിന്റെ അംശം മേത്തുണ്ടാവും. അതായത് ഈ പറഞ്ഞ പോലെ ഉപ്പ് കാറ്റടിക്കുമ്പോഴും ഈ ഉപ്പ് കടലിലെ വെള്ളം ഇങ്ങനെ മേത്തടിക്കുമ്പോഴൊക്കെ ഉപ്പ് എപ്പോഴും മേത്തുണ്ടാവും. ചിലവർക്ക് ഇതിങ്ങനെ ഉപ്പിരുന്നിരുന്നിരുന്ന് മേത്തിങ്ങനെ പുണ്ണ് പോലെയൊക്കെ വരും. അതുമാത്രമല്ല ചിലവർക്ക് ഭയങ്കരമായിട്ട് പുകയൊക്കെ ചെയ്യും. അപ്പോൾ കിടക്കണതിന് മുമ്പ് നല്ല വെള്ളം മേത്തൊഴിച്ചിട്ടാണ് കിടക്കണം. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു ശമനം ഒരുക്കുള്ളൂ. ഇനിയിപ്പം മഴയും കാറ്റും ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. ആ ഒരു സംഭവം നിങ്ങൾ വീഡിയോയിൽ കാണാനായിട്ട് പോണേട്ടാ.
കഴിഞ്ഞ പ്രാവശ്യം വലയിട്ട് കഴിഞ്ഞപ്പോൾ വല കുറച്ചൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ മുറുകി വന്നിരുന്നു. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഓടിപ്പോണ സമയമാകുമ്പോഴേക്കും വല മുറുക്കുള്ള വലയൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ. ശരിക്കും ഈ ബോട്ടിൽ വരാൻ നേരത്തുള്ള ഒരു മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഉറക്കം എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാവില്ല. ആകെ ഒരു ദിവസം ഉറങ്ങണത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറാണ് മാക്സിമം. പറഞ്ഞാൽ പലരും വിശ്വസിക്കൂല. ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞു വന്ന വ്യക്തിയാണ് ഇവരുടെ കഷ്ടപ്പാട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട് ഈ ഒരു ഗിൽനെറ്റ് ബോട്ടിലെ സീസൺ ടൈമിലെ പണിക്കട്ടെ. കാരണം വലയൊക്കെ മുറുകി വന്നു ഉറക്കൂലാത്ത പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഞാൻ ഈ ബോട്ടിൽ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്ക് വേണ്ടിയിട്ടല്ല. ഇവരുടെ ഒരു സെറ്റ് ടീമുണ്ട്, അതിലുപരി അപ്പുറം ആരെയും ഇവർ കൊണ്ടുപോയുമില്ല. 5 വർഷത്തോളമായി നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ പല ടൈപ്പ് ഫിഷിംഗ് കണ്ടൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ നല്ലൊരു കിടിലൻ റഫ് ടൈം എനിക്ക് ഇന്നേ വരെയും കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതിനുവേണ്ടി പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച അത്രയുള്ള റഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴക്കടലിലേക്ക് തന്നെ പോകണം. ആഴക്കടലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിൽനെറ്റ് ബോട്ടിൽ തന്നെ വരണം, അല്ലാതെ വേറൊരു ബോട്ടൊന്നും പോകണില്ല. നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും കൂടിപ്പോയി കഴിഞ്ഞാൽ 50-100 ഭാഗം നാട്ടിലെ ബോട്ടുകളൊക്കെ. അത് മാത്രമല്ല അന്തരീക്ഷം മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇറങ്ങിപ്പിട്ടി കഴിഞ്ഞാൽ പോയുമില്ല. പക്ഷേ ഈ ബോട്ട് 20 ദിവസമൊക്കെ കിടക്കണതിൻ്റെ പേരിൽ പെട്ടെന്നൊരു കൊടുങ്കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പെട്ടുപോകും. റിസ്ക്കാണ്, പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ ഇല്ലെന്നൊക്കെ ഉറപ്പില്ല. അപ്പം അങ്ങനെ ഒരു ഉറപ്പില്ലാണ്ടാണ് ഞാനും പോയത്. പക്ഷേ ദൈവം നമ്മുടെ കൂടെ എന്തുണ്ടായിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തിരിച്ചെത്തിച്ചിട്ടാ. നമ്മളപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റും കോളും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ കോള് വരുമ്പോഴുള്ള അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏകദേശം 2000 ഭാഗോളം ആഴമുണ്ട് ഇവിടെ. 2000 ആളുകൾ ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ ഹൈറ്റ് എന്തോ ഒരു കുളം അത്രയും ഉണ്ടാവട്ടെ ഇവിടെ താഴെ. അപ്പോൾ ഇവിടെ കാറ്റും കോളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ വന്ന പോലെ ചെറിയ രീതിയൊന്നും ആയിരിക്കില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. 2 ദിവസം നല്ല രീതിയിൽ കോളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ആൻഡമാൻ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡമാൻ ആ ഒരു ടെറിട്ടറി കയറില്ല, അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു സ്ഥലത്ത് നമുക്ക് വലയിടാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അനുവദിച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വലയിടോട്ടെ. ആൻഡമാൻ സൈഡിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങിയ വഴിയാണ്, നല്ല കാറ്റുണ്ട് കേട്ടോ. ബോട്ട് ആടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജാക്സൺ കണ്ട സ്റ്റിയറിങ്ങിൽ ഡ്രൈവറാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ബോട്ടിലെന്ന് നിങ്ങൾ വിചാരിക്കരുതട്ട. എന്നെ കൊണ്ടാവണ ഹെൽപ്പെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. നമ്മുടെ സ്റ്റിയറിങ്ങിനകത്ത് ഞാൻ ഇരിക്കാറുണ്ട്. കാരണം വലയൊക്കെ മുറുകി വരുമ്പോൾ ഇവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോഴും സ്റ്റിയറിങ്ങിൽ ഞാനാണ് ഇരിക്കാറുള്ളത്. ഒട്ടുമിക്ക സമയങ്ങളിലും സ്റ്റിയറിങ്ങിൽ ഇരിക്കൽ ഞാനാണ്. അതിപ്പോൾ റഫ് ടൈം ആണെങ്കിലും സ്റ്റിയറിങ്ങിൽ ഇരിക്കുന്നത് ഞാനാണ്. എൻ്റെ കയ്യിൽ തന്നിട്ട് പോകും. അതെന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. ചിലപ്പോൾ നമ്മുടെ ഓടിക്കലിൻ്റെ ഇരിക്കാം. എന്തായാലും ചില സമയങ്ങളിലുള്ള റഫിൽ ഞാൻ ഇരിക്കാറുണ്ട്. ചില സമയങ്ങളിലല്ല, 2-3 തവണ റഫ് ടൈമിൽ ഞാനാണ് ഇരുന്നത്. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ബോട്ട് RPM വെച്ച് തള്ളിയിട്ടും സ്പീഡ് നമുക്ക് കിട്ടണല്ലോ ബോട്ടിന്. 1 നോട്ടിക്കൽ മൈൽ സ്പീഡൊക്കെയാണ് ബോട്ടിന് കിട്ടണം. അത്രയും കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു സംഭവം ഞാൻ കാണിച്ചുതരാം. മലയാളികൾക്ക് ഭാഷകള് പെട്ടെന്ന് നമുക്ക് എല്ലാ ഭാഷയും നമ്മുടെ ഭാഷയാണ് ഏറ്റവും ടഫ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് മറ്റുള്ള ഭാഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാന്ന് പറയുന്നത്. പക്ഷെ മലയാളം പഠിച്ചിരിക്കാനായിട്ട് ഭയങ്കര പണിയാന്ന് പറയുന്നത്. கேரளாவுக்கு வந்த டைம்ல உன்னை கூட்டிட்டு போய் நான் என்ன சாப்பாடு தான் வாங்கி தந்தேன்? மந்தி. என்ன மந்தி? குழிமந்தி. என்னது? குழிமந்தி. குழிமந்தி அல்ல, குழிமந்தி. குழிமந்தி. என்னது? குழிமந்தி. யா 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 லா குளிலா மந்தியா. குழிமந்தி. 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 എന്തിട്ടിക്കണല്ലേ? குழிமந்தி. நான் கூட்டுட்டு நான் ലാ കുഴിമന്തി. ലാ കുഴിമന്തി. 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 സരോ നീ சொல்லு കുഴിമന്തി. சொல்லு. കുഴിമന്തി. കുഴിമന്തിയാ என்ன മന്തി? കുഴിമന്തി. കുഴിമന്തി. കുളി இல்ல, കുഴി കുഴി. കേരള കുളി, തമിഴ്നാട് കുളി. കുഴിമന്തി കറക്റ്റാ. കുഴിമന്തി. കുഴിമന്തി. ഇവൻ പറയുന്നുണ്ട്. എന്നാ കുഴി കുഴി കുഴിമന്തി. മീമോട്ടറ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് വേൾഡ് വൈഡ് ആണ് ഓടിയത്. അപ്പൊ അതിനകത്ത് പുറത്തുള്ള ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിനകത്ത് വെച്ചാൽ അവരുടെ മെയിൻ ആയിട്ടുള്ള കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലിയൻസ് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്, അങ്ങനത്തെ ഭാഷയുള്ള ഇതെന്നാണ് അവർ പറയണത്. ശരിക്കും നമ്മുടെ മലയാളികൾക്ക് പല ഭാഷയും പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഈ മലയാളം പഠിച്ചെടുക്കാനായിട്ടുണ്ടല്ലോ അത് കുറച്ച് പണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചുമ്മാ തമാശക്കാണ്ട് ആരും സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഓക്കെ. മീൻ കുളമ്പ് മസാലതെ അടപ്പത്തിരുന്ന് തിളച്ചോണ്ടിരിക്കണ്. നല്ല തണുത്ത കാറ്റാണ് പുറത്ത് വീശിക്കൊണ്ടിരിക്കണ. നാഗരാജണ്ണന്റെ ഇവിടെ പറച്ചാളക്ക് മസാല പുരട്ടിക്കൊണ്ടിരിക്കേണ്ട.
വേറൊന്നുമില്ല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ചിക്കൻ മസാല. ആ ചിക്കൻ മസാല മാത്രം മതി മീൻ വറക്കാനിട്ട. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചിക്കൻ മസാല ഒന്നും അല്ലട്ട, ഇവിടത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി സാധനം. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഗിൽനെറ്റ് ബോട്ടിനകത്തും ഈ 65 മസാലയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സാധനം ഇട്ട് മീനൊന്ന് ഇളക്കി, വേറെ ഉപ്പ് പോലും നമ്മൾ ചേർക്കണ്ട, ഉപ്പ് വരെ ആ മസാലയിനകത്തുണ്ട്. എന്ത് വിഷമാണെന്ന് അറിയില്ല. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. അപ്പൊ ഇതിട്ടാണ് നമ്മ മീനെല്ലാം വറക്കണ കേട്ടോ. തറുവൈക്കുളം തൂത്തുക്കുടിയിൽ മാത്രം കിട്ടുവട്ടെ ഈ മസാല പാക്കറ്റ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ പോയി അന്വേഷിച്ചിട്ട് ഈ സാധനം കിട്ടിയില്ല എനിക്ക്. ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തെടുത്ത, മിക്സ് ചെയ്തെടുത്ത ഒരു മസാലയെന്ന് വേണ്ടത് 65 മിക്സ് ഉണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ മിക്സ് ഉണ്ട്, അങ്ങനെ പല പല സാധനം ഉണ്ട്. നമ്മ പക്ഷേ ഇത് മീൻ വറക്കാനൊക്കെ ഉപയോഗിക്കണത് 65 മിക്സ് ആണ് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നാഗരാജണ്ണൻ്റെ ആണെന്നുണ്ടെങ്കിൽ കാലിൽ സ്റ്റെപ്പർ ഇട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണ്, 1 വർഷത്തോളം റെസ്റ്റ് എടുത്താണ്. പക്ഷെ ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഇനിയും ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്ട പുള്ളിക്കാരൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അധികം ബുദ്ധിമുട്ടിക്കാറില്ല. പല കാര്യങ്ങളും ഞങ്ങളൊക്കെ തന്നെയാണ് പലരും ചെയ്തു കൊടുക്കുന്നത്. കാറ്റ് കൂടിക്കൊണ്ടിരിക്കണ്, കടലും കൂടിക്കൊണ്ടിരിക്കണ്, മഴ അങ്ങോട്ട് പെയ്യണില്ല. പക്ഷേ മഴയും പെയ്യുമെന്നാണ്. അപ്പൊ ഓക്കെ, നല്ല തണുപ്പുണ്ട്. ഈ കാറ്റിൻ്റെ ഒക്കെ ഈ ചാറ്റല്, മഴച്ചാറ്റല് മേത്തടിച്ചിട്ട് നല്ല തണുപ്പാണ്. മീൻകുളമ്പ് 90% പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ പരിപാടിയാണ് ഈ താളിക്കല്. വേപ്പിലയും സവാളയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ മീൻകുളമ്പിന്റെ മേളിലേക്ക് ഒടിക്കോട്ടെ. കാറ്റ് കൂടിയട്ടാ, മറിയാതെ വന്നിരുന്ന തിരകളൊക്കെ ഇപ്പൊ മറിഞ്ഞാണ്ട പോയിക്കൊണ്ടിരിക്കുന്നത്. ബോട്ടിലാണെന്നുണ്ടെങ്കിൽ പിടിക്കാണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. കാരണം ഈ ബോട്ടിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് അണിയം തൊട്ട മരം വരെയും ഒരേ ഹൈറ്റ് ആണ്. നമ്മുടെ നാട്ടിലെ ബോട്ട് പോലെ ഫ്രണ്ട് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ നിൽക്കില്ല. അണിയത്തുള്ള ഹൈറ്റ് തന്നെയാണ് അമരത്തുള്ള ഇടം. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റോളിങ് വരാൻ നേരത്ത് പിടിക്കാനൊന്നും വലിയ കാര്യങ്ങളൊന്നും സൈഡിലില്ല. ചില സ്ഥലങ്ങളിൽ റോപ്പ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ റോപ്പിൽ പിടിച്ചോണം നിൽക്കാനായിട്ട്. അന്നേരം നമ്മുടെ ഒപ്പം ഓടി വന്ന ബോട്ടാണ്ട. അപ്പൊ ആ ബോട്ട് നമ്മുടെ ബോട്ടിന്റെ അടുത്തേക്ക് ഏകദേശം വന്നിരിക്കുന്നു. നോക്കി ആ ബോട്ട് വരുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബോട്ട് ഓടിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് ഓപ്പോസിറ്റാണ് ഓടിക്കുന്നത്. തിരക്ക് ഓപ്പോസിറ്റ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് അടിച്ച് ഓടാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തിരക്ക് കുറുകിയിട്ടാണ് ഓടിക്കുന്നത്. നിങ്ങൾക്ക് ആ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ബോട്ട് എങ്ങനെയാണ് വന്നേന്നുള്ളത്. ഓരോ കുഴിപ്പന്തരകളാണ് വന്ന. ഇങ്ങനെ കുഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടാണ് അത് പൊന്തി വന്നേട്ടാ. തിരമാലകളെ മുറിച്ചിടുന്ന ആ ബോട്ട് എങ്ങനെയാണ് ആടിപ്പോണ്, അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ബോട്ടും ഓടിപ്പോണത്. എനിക്ക് തോന്നുന്നു അതിലും കുറച്ചും കൂടി റോളിംഗ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ബോട്ടിനകത്ത്. ചിലപ്പോ ഈ കാണുന്ന കടല് കാണുമ്പോൾ പലർക്കും വലിയ രീതിയിലുള്ള കടലായിട്ട് തോന്നില്ല. കുറ്റം പറയാനും പലരും ഉണ്ടാവും. കുറ്റം പറയണം. കുറ്റം പറയുമ്പോ എനിക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ ആവുള്ളൂ. ചില ചേട്ടന്മാരുണ്ട് കടലമ്മ കടലിൽ പ്രസവിച്ചിട്ടവര്. എല്ലാവരും അല്ലട്ടാ, ചിലവര് അവര് പറയണതേ കാര്യങ്ങള്, അവര് പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് വേറെ ആരെന്ത് പറഞ്ഞാലും അവർ അംഗീകരിക്കില്ല. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. ശരിക്കും അവരുടെ ചില വർത്താനങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചേക്കണത്. ഇനിയിപ്പോൾ അത് ആരൊക്കെയാണെന്ന് അറിയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞത് ചിലപ്പോൾ കൊണ്ടവനാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കുരുട്ട് കമന്റ് ഇട്ടിട്ടുണ്ടാവൂടെ. ചുമ്മാ പറഞ്ഞാണ്. അങ്ങനെ ബോട്ട് ആടിച്ചാടി ഇങ്ങനെ വന്നു നോക്കി. ശരിക്കും പറഞ്ഞാൽ ഭയാനകപ്പെടുത്തണം ഒന്നാണല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാട് വരും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തേ തളരരുത്. റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ കടല് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് ഫോർവേഡ് ഗിയർ ഇട്ട് റേസ് ചെയ്ത് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം കീറി മുറിച്ച് നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചെടുക്കുന്നുണ്ട്. എല്ലാവരും പണിയിലാണ്. അണിയത്തത് ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കണുണ്ടല്ലേ. വല മുറുക്കി വന്നേക്കണേരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും പണിയെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലതെ വല മുറുക്കി വന്നേക്കണേൻ്റെ വലിയ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. വല മുറിക്കുക തന്നെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. നമ്മുടെ ഈ നീരോട്ടില്ല, അതായത് കടലിൽ ഒഴുക്ക് കൂടാൻ നേരത്ത് വല ചുറ്റി പോയാണ്ട നമ്മുടെ വല മുറിക്കുക തന്നെ. ഒന്നാമത്തെ കാര്യം അത്.
പിന്നെ രണ്ടാമത്തെ കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരണ്ടിക്കുട്ടന്മാരില്ലേ, ഇവന്മാർ ഈ വലയിനകത്ത് കയറിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ചിറകിട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ റൗണ്ടാക്കി കളയും വല. അതായത് ഉമ്മാര ആ വലയോടൊപ്പം കിടന്ന് ഇങ്ങനെ കറങ്ങും, കറങ്ങി 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 ആ വലനെ അവന്മാരങ്ങോട്ട് മുറുക്കി കളയും. എനിക്ക് തോന്നിയൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, കരയിൽ നമ്മ നിൽക്കാൻ നേരത്ത് എന്തോരം കഷ്ടപ്പാടുള്ള ജോലിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. കാരണം സ്റ്റേബിളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പൊ ഗൾഫിൽ വർഷങ്ങളായിട്ട് നിൽക്കണവരാണെന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഒരു കോണ്ടാക്ട് ഓപ്ഷനെങ്കിലും ഉണ്ടാവും. പക്ഷെ കടലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാലുണ്ടല്ല, ഇതിനൊന്നും ഓരോ ഓപ്ഷനും ഇല്ല. എന്നാല ഇത്രയും കഷ്ടപ്പാടുണ്ട് ഈ ഒരു പണിക്ക്. എന്നാലും മത്സ്യത്തൊഴിലാളികളാണെന്ന് പറയാൻ നേരത്ത് അവർക്ക് വേറൊരു കാറ്റഗറിയാണ് പലരും കാണുന്നത്. ഞാൻ പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടേക്കണ ഒരു കാര്യമാണ്, മത്സ്യത്തൊഴിലാളിയാണെന്ന് അറിയാൻ നേരത്ത് അവൻ ഇത്രയൊക്കെ വിവരമുള്ളൂ അല്ലെങ്കിൽ അവന്റെ പഠിപ്പ് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള രീതിയിൽ വേറൊരു കാറ്റഗറിയിൽ ഇങ്ങനെ മാറ്റി നിർത്തുന്നു. ഒരേ ജാതി ഒരു മതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മനുഷ്യന്മാരിൽ തന്നെ പല പല കാറ്റഗറികളാണ്. കാശുള്ളവൻ, കാശില്ലാത്തവൻ, പഠിപ്പുള്ളവൻ, പഠിപ്പില്ലാത്തവൻ. നമ്മൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഈ മീൻ നമ്മുടെ ടേബിളിലിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് വന്നേന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ? ഇത്രയും കഷ്ടപ്പാടുകളും സഹനങ്ങളെല്ലാം സഹിച്ചാണ് ഈ മീൻ പിടിച്ച് നമ്മുടെ ടേബിളിലേക്ക് എത്തണേണ്ട. നമ്മുടെ ഈ മീൻ വാങ്ങാൻ നേരത്ത് ഈ ക്യാഷിന്റെ കാര്യം ബാർഗെയിൻ ചെയ്യണം, അതൊന്നും ഞാൻ പറയില്ല. കാരണം കടലിൽ പോയി മീൻ പിടിക്കണവരല്ല, അത് വിൽക്കാനായിട്ട് തന്നെ. വിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വിൽക്കാൻ എത്തണ അവരല്ല. കടലിൽ പോയി മീൻ കരയിലെത്തി ഹാർബറിൽ വിൽക്കൽ വരെയാണ് അവരുടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ പല ആളുകളിലൂടെ മറിഞ്ഞാണ് ആ മീൻ പലരിലേക്ക് എത്തുന്നത്. പിന്നെ നമ്മുടെ ഈ ചെറിയ വള്ളക്കാരല്ലേ, അവരൊക്കെ ഈ പറഞ്ഞ പോലെ സ്വന്തം വല ഇങ്ങനെ ഇട്ട് അവിടെ കൊലയിൽ മീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ബീച്ച് സൈഡിലൊക്കെ ഇട്ട് വിൽക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, പിന്നെ അതനുസരിച്ചുള്ള റിസ്ക്കും ഉണ്ട്. വേൾഡിലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ 4ാമത് നിൽക്കണമെന്നാണ് നമ്മുടെ കടലിലെ പണി അല്ലെങ്കിൽ ഫിഷിംഗ് ജോബ്. ഇത്രയും കഷ്ടപ്പെട്ട് കാറ്റിനോടും കോളിനോടും കടലിനോടും മല്ലടിച്ച് മീൻ പിടിച്ച് വരുന്നവരെ കാണുമ്പോൾ കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ഒന്ന് കൊടുക്കുക. എല്ലാവരും അല്ലട്ടാ, ചില ആളുകളൊക്കെ വളരെ എന്താ പറയുക തരം താഴ്ന്ന രീതിയിലാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ കാണുന്നേട്ടാ. എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി. ഈ ബോട്ട് ഈ തിരയെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയനെ കാണുമ്പോൾ തന്നെ പേടിയാവുണ്ടല്ലേ. അപ്പൊ ഇത് നേരിട്ട് അനുഭവിച്ച എൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അത്രയും കഷ്ടപ്പാടുണ്ട് ഓരോ വീഡിയോന്റെ ബാക്കിലിട്ട്. റഫ് ടൈം വരാൻ നേരത്ത് നമുക്ക് എന്തൊക്കെയാണ് അനുഭവപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നു. ഭക്ഷണം കഴിക്കാൻ പോകാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ നേരത്ത് ചോറും പാത്രം കയ്യിൽ വെച്ച് വേണം കഴിക്കാനായിട്ട്. അതല്ലാതെ താഴെ വെച്ച് കഴിഞ്ഞാൽ നോക്കണ്ട, പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും റോളായി എവിടെ പോയിട്ടുണ്ടാവുന്ന പോലും നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഡാമേജ് ആണ്. ഡാമേജ് എന്ന് വെച്ചാൽ 24 മണിക്കൂർ നമ്മുടെ ബോഡി ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇളകിക്കൊണ്ടിരിക്കുള്ളൂ. എല്ലാത്ത സമയത്ത് തന്നെ ഇളകലായിരിക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായിരിക്കുള്ളൂ. പിന്നെ എപ്പോൾ എങ്ങനെ തിര വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കണം. ചില സമയങ്ങളിൽ കള്ളത്തിര കയറി വരും, 1-2 തിരയൊക്കെ ഒരുമിച്ച് ഇങ്ങനെ വരും. അപ്പോൾ ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രതീക്ഷിക്കണേലും കൂടുതൽ റോളിങ്ങിലേക്ക് പോകും. ദിപ്പി വന്നത് അതാണ്.
ഇനിയിപ്പോൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കിടക്കാൻ നേരത്തുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നേരെ കിടക്കുകയാണെങ്കിലും കമന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിലും കമന്ന് കിടക്കണവരുണ്ടാവും, നേരെ കിടക്കണവരുണ്ടാവും. അപ്പോൾ കമന്ന് കിടക്കണവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടില്ലേ, മുട്ട് നമ്മുടെ ഈ കിടക്കുമ്പോൾ ഈ മുട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ അനുസരിച്ച് ഇങ്ങനെ ആടി ആടി ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അത് മുട്ട് പൊട്ടും. ഇനിയിപ്പോൾ നേരെ കിടക്കണവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിടക്കുമ്പോഴുള്ള ഈ റോളിംഗ് ഉള്ള സമയത്ത് നമ്മൾ ഒന്നില്ലെങ്കിൽ ടീഷർട്ടോ അല്ലെങ്കിൽ ഷർട്ടോ ഇടാണ്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബോഡി മാക്സിമം ആ ഒരു ഫ്ലോറായിട്ട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇഴുകി അങ്ങോട്ട് പോകില്ല. തണുപ്പത്താണെന്നുണ്ടെങ്കിൽ ഷർട്ട് ഊരിയിട്ട് കിടക്കാൻ തോന്നില്ല. പക്ഷേ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഇഴുകി പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷർട്ട് ഊരിയിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പുറമൊക്കെ ഇങ്ങനെ ഒട്ടി ഇങ്ങനെ നിൽക്കും. എവിടെ നമ്മുടെ ഈ മരമുള്ളിൽ പ്ലൈവുഡ് ആണല്ലോ, അപ്പോൾ ഇങ്ങനെ മരത്തുമ്മയൊക്കെ ഒട്ടി ഇങ്ങനെ നിൽക്കും. അതേസമയം നമ്മൾ ഈ ടീഷർട്ടൊക്കെ ഇട്ട് കിടക്കാൻ നേരത്ത് ഒരു ചെറിയൊരു ചരിയിൽ വന്നാൽ പോലും നേരെ പറന്നങ്ങോട്ട് ഓട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴുകിയായിരിക്കും കളി. ബാത്റൂമിലിരിക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ ബോട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം ഉണ്ട്, യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, അതുകൊണ്ട് വലിയ വിഷയമില്ല. ചില ബോട്ടുകളിൽ ബാത്റൂം ഇല്ല. ബാത്റൂം ഇല്ലാത്ത ബോട്ടുകളാണെന്നുണ്ടെങ്കിൽ ഈ കാറ്റും കോളിലൊക്കെ ബോട്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും ഇരിക്കൽ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചും പിടിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ തെറിച്ച് കടലിൽ പോകും. അങ്ങനെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചേക്കണതിൻ്റെ പേരിലാണ് ഇറങ്ങുന്ന എല്ലാ ബോട്ടുകളിലും ബാത്റൂം വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിട്ടാണ്. ഇങ്ങനെ കാണുമ്പോൾ പേടിയാവില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ബോട്ട് ഇങ്ങനെ ഇടുമ്പോൾ മുങ്ങൂലെന്നൊക്കെ പലരും ചിന്തിക്കും. ശരിക്കും പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവമുണ്ട്, പേടിയുണ്ട്, ഉള്ളിൽ പേടിയുണ്ട്, വീട് കാണോ കര കാണോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. പിന്നെ ദൈവം കൂടിയുണ്ടെന്നുള്ളൊരു വിശ്വാസം. പിന്നെ ബോട്ട് അങ്ങനെ പെട്ടെന്നൊന്നും മുങ്ങൂല. എന്തോരം വലിയ തിരകളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ കൂടെ ചാടി വരും. റഫ് ടൈമിൽ ബോട്ട് ഓടിക്കേണ്ടതിനും ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും വരില്ല. ഇനി അതല്ല, ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞ് ബോട്ട് ചരിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ മറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കടലിലൊക്കെ വീണ് കഴിഞ്ഞാൽ നോക്കണ്ട കേട്ടോ. കാരണം നമ്മുടെ വലയെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ല, ഇഷ്ടംപോലെ സ്രാവുകൾ ചില സമയങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ ഈ കടലിൽ വീണ് കഴിഞ്ഞാൽ മറ്റേ സിനിമയിലൊക്കെ പറയണ പോലെ ബോഡി വല്ല സ്രാവ് കൊണ്ടുപോയി കാണുമെന്ന് പറയണ പോലെ അതങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാവും, സ്രാവ് കൊണ്ടുപോയിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം ഡീപ് സീ ആണല്ലോ, എന്തൊക്കെ മീനുകളാണുള്ളതെന്ന് നമുക്ക് തന്നെ അറിയില്ല. റഫ് ടൈം ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതും നിങ്ങൾ പ്രതീക്ഷിച്ചതാണെന്ന് എനിക്കറിയില്ല. ഇനി ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മ കൊണ്ടുവരോട്ടെ. അങ്ങനെ ആ ബോട്ട് പയ്യെ പയ്യെ നീങ്ങി മാറി അതിൻ്റെ ദിശയിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം വീശണ കാറ്റ് നല്ല രീതിയിലാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഫോണും ഞാനും ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നു, ബാക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വീഡിയോ ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടി. ഐഫോൺ അടിപൊളിയാണ്ട. സമയം ഇപ്പം ഏകദേശം 5 മണിയായിട്ടാ. റഫ് ടൈം ആയതിൻ്റെ പേരിലാണ് നമുക്കത് മനസ്സിലാവാത്തത്. അന്തരീക്ഷം ഇങ്ങനെ നിൽക്കണതിൻ്റെ പേരിലാണ് നമുക്കത് മനസ്സിലാവാത്തത്. അതുപോലെ തന്നെ റഫ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കാറ്റും കോളുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ വലയിടാറില്ല. അറിഞ്ഞുകൊണ്ട് നമ്മൾ കാറ്റും കോളുള്ള സ്ഥലത്ത് വലയിടാറില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്നും ഓടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വലയിട്ട് അതിന് ശേഷം കോള് വന്നു കഴിഞ്ഞാൽ വല എടുക്കാണ്ട് നമുക്ക് ഒരു രക്ഷയിലിട്ടാ. വല എടുക്കണമെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ വേണം. അത്രയും ടൈം വേണം നമുക്ക് ഇട്ട വല ബോട്ടിലേക്ക് തിരികെ കയറണമെന്നുണ്ടെങ്കിൽ. അതിപ്പോൾ എന്ത് കാറ്റായാലും എത്ര വലിയ കോളാണെന്നുണ്ടെങ്കിലും നമ്മ ഇട്ട വല ബോട്ടിലേക്ക് തിരിച്ച് കയറ്റോട്ടെ. കാറ്റുള്ള സ്ഥലത്ത് നമ്മ വല ഇടാത്തതിൻ്റെ കാരണം വല ഫുള്ള് പെരണ്ടും ചുരുണ്ടൊക്കെയിരിക്കുള്ളൂ തന്നെ. അതുകൊണ്ടാണ് അവിടെ ഇടാത്തത്. കാറ്റും കോളൊക്കെ അതിൻ്റെ പേരിൽ ഭക്ഷണം കഴിച്ചത് വൈകിയാണ്. ഈ സമയമായപ്പോൾ വേണ്ട ഭക്ഷണം കഴിച്ചത്. സാധാരണ പുറത്തേക്ക് ഇരുന്നാണ് കഴിക്കാറുള്ളത്. പക്ഷെ ഇപ്പം മഴ അതിൻ്റെ പേരിൽ ഉള്ളിൽ തന്നെ ഇരുന്നാണ് കഴിക്കണം. നല്ല അടിപൊളി മീൻ കുളമ്പും അതുപോലെ പറവച്ചാള വറുത്തത്. ഇനിയിപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ റെസ്റ്റാണ്. ഫോണിൽ നോക്കേണ്ടവർക്ക് ഫോണിൽ നോക്കാം, അതുപോലെ കിടന്നുറങ്ങേണ്ടവർക്ക് ഉറങ്ങട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങി. പിന്നെ സ്റ്റിയറിങ്ങിലിരുന്ന ഞാനാണ്, അതുകൊണ്ട് വലിയ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റില്ല. 10 മണിയായിട്ട സമയം ഇപ്പം. ഇനിയിപ്പോൾ 12 മണി വരെയും ഇരുന്നിട്ട് അടുത്ത ആളെ വിളിക്കും. അപ്പോൾ അതേ നമ്മുടെ ബോട്ടിൻ്റെ നേരെ തന്നെ ഒരു കപ്പലോടി വന്നിട്ടുണ്ട്. നമ്മൾ പോണ ആ ഒരു റൂട്ടിൽ തന്നെ ആ കപ്പലോടി വന്നിട്ടുണ്ട്. മിക്കവാറും നമ്മുടെ അടുത്തെത്തുമ്പോഴേക്കും ആ കപ്പലും നമ്മുടെ അടുത്തുണ്ടാവും. അപ്പോൾ രാത്രിയൊക്കെ ഓടിക്കുമ്പോൾ സിഗ്നൽ ലൈറ്റും അതുപോലെ കപ്പലെല്ലാം നമ്മൾ നോക്കണം. നമ്മുടെ GPS-നകത്ത് ഇവിടെ എല്ലാം കാണാൻ പറ്റും. എത്ര നോട്ടിക്കലാണ്, എത്ര കോമ്പസിലാണ് കപ്പൽ വന്നതെന്നൊക്കെ എല്ലാം അറിയാൻ പറ്റും. അതുമാത്രമല്ല സിഗ്നൽ ലൈറ്റ്സാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. പച്ചയും ചുമപ്പും പിന്നെ
കപ്പലുകളൊക്കെ എന്ന് പറയാൻ നേരത്ത് അണിയത്തും അമരത്തും അതുപോലെ ആ സിഗ്നൽ ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാത്രി ഓടിക്കുമ്പോഴാണ് നമ്മൾ ഏറെക്കുറെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ആഴക്കടലായതിൻ്റെ പേരിൽ ഈ വള്ളക്കാരും വലക്കാരും അങ്ങനത്തെ ആളുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഗിൽനെറ്റ് ബോട്ടുകൾ തന്നെ എവിടെയെങ്കിലുമൊക്കെ വല വെക്കണമെന്നുണ്ടെങ്കിൽ അതുണ്ടാവും. അപ്പോൾ ഓക്കെ, രാവിലെ കാണാൻ അടുത്ത കൊടുക്കട്ടെ. 2 മണി വരെയും സ്റ്റിയറിങ്ങിലിരുന്ന് രാവിലെ ഒരു 7 മണിയായപ്പോഴേക്കും എണീറ്റിട്ട. അപ്പോൾ ഇവരെല്ലാം രാവിലെ 6 മണിക്ക് എണീറ്റ്, കാരണം വലയെല്ലാം റെഡിയാക്കാണ്ട് ഇന്ന് 4 മണിയാകുമ്പോൾ നമുക്ക് അടുത്ത സെറ്റ് വല കടലിലേക്ക് ഇളക്കേണ്ടതാണ്. അപ്പം അതിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വല മാക്സിമം നമ്മൾ ചെയ്ത് തീർക്കും. ഇന്നലത്തെ ആ ഒരു റഫും കാര്യങ്ങളെല്ലാം മാറി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് എത്തി. എന്നാലും ചെറിയ രീതിയിലുള്ള കാറ്റുണ്ട് കേട്ടോ. ചെറിയ രീതിയിലുള്ള കാറ്റുള്ളതിൻ്റെ പേരിൽ ചെറിയ രീതിയിലുള്ള ആയിപ്പുണ്ട്. പക്ഷേ ഇന്നലെ വെച്ച് നോക്കാൻ നേരത്ത് ഇന്ന് കടലിലൊരു വെട്ടവും വിളിച്ചൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല കൂട്ടബോട്ട് നമ്മുടെ ഒപ്പം ഓടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടബോട്ടിനെ പാതി വഴിയിൽ നിന്ന് നമുക്ക് കിട്ടിയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടബോട്ടും നമ്മുടെ ബോട്ടിൻ്റെ ഒപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. കൂട്ടബോട്ട് നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇന്നലത്തെ കാറ്റിൽ നമ്മുടെ ബോട്ടിൻ്റെ കന്നിക്കലം പറന്നുപോയി. കന്നി വെക്കണ കാലം ഈ കൂട്ടബോട്ടിൻ്റെ പറന്നുപോയിട്ട് അങ്ങനെ കന്നിക്കലവും പിന്നെ വേറെന്തോ സാധനം വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ അത് വാങ്ങാനായിട്ട് വരെയാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് അടുത്ത് വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം നല്ല കാറ്റും കോളൊക്കെ അതിൻ്റെ പേരിൽ ബോട്ട് നമുക്ക് പിടിച്ചെടുത്ത് നിർത്താനും പറ്റൂല, അതുപോലെ അടുത്ത് വരാനും പറ്റൂല. ഇപ്പം എന്തെങ്കിലും അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം എന്തെങ്കിലും ബോയെ അല്ലെങ്കിൽ ഈ കൊടിക്കമ്പ കെട്ടി കടലിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കുറവുള്ളതിൻ്റെ പേരിൽ നമ്മൾ റോപ്പ് കെട്ടി സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനായിട്ട് പോയിണ്. അപ്പോൾ നമ്മുടെ കൂട്ടബോട്ട് നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് വന്ന് കിടക്കണ്ട കേട്ടോ. ഇങ്ങനൊരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ റോപ്പിൽ എറിഞ്ഞു കൊടുക്കണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ബോട്ട് ദേ ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് അടുത്ത് കൊണ്ടുപോയി നിർത്താൻ പറ്റില്ല. അടുത്ത് കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ ഡാമേജ് ആകും ബോട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂട്ടിയിടിച്ച് പെയിൻറ്റും പോവും, പൊട്ടലും ചീറ്റിലൊക്കെ വീഴും. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരിക്കലും ബോട്ട് നിർത്തില്ല കേട്ടോ. അത് റഫ് ടൈം ആയാലും ശരി, അല്ലാത്ത സമയത്തായാലും അങ്ങനെ ഒരുമിച്ച് നിർത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തി റോപ്പിലൂടെ സാധനങ്ങൾ കൈമാറുന്നത്. അങ്ങനെ ഒരു കണക്കിന് റോപ്പെല്ലാം ഇട്ട് കൊടുത്ത് ഇനി സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ബീഡി ഉണ്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ബീഡി അതുപോലെ സിഗരറ്റ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ ഉണ്ടാവട്ടെ. പിന്നെ ഒരു വ്യക്തി ചോദിച്ച ചോദ്യമാണ് വെള്ളടിക്ക് കടലിലേക്ക് വന്നു കഴിഞ്ഞാൽ. വെള്ളടി ഇല്ലട്ടാ, നമ്മൾ അഴി ഇറങ്ങിക്കഴിഞ്ഞ് കടലിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി പണിക്ക് വന്നു കഴിഞ്ഞാൽ കരയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ അടിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. ബോട്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ കടലിലേക്ക് വരുമ്പോൾ വെള്ളമടിയില്ല. കാരണം നമുക്ക് നോർമലി നിന്നിട്ട് തന്നെ നിൽക്കാൻ പറ്റണില്ല. പിന്നെ വെള്ളമടിച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയണോ? അങ്ങനെ കന്നിക്കലം കെട്ടി അപ്പുറത്തെ ബോട്ടിലേക്ക് കൊടുത്തോണ്ടിരിക്കേണ്ട. അങ്ങനെ സംഭവങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. ബീഡി 1-2 ബീഡി കിട്ടിയെന്ന് തോന്നുന്നു. അതുപോലെ അവർക്ക് വേറെ കഞ്ഞിക്കലവും കൊടുത്ത്. കഞ്ഞിക്കലമൊക്കെ നമ്മുടെ ഒരു സ്പെയർ ഉണ്ടായിരുന്നു. സീസൺ ടൈം ആയിരുന്നല്ല. ഇതുപോലെ കാറ്റ് വരുമ്പോൾ ഓരോന്നോരോന്ന് പറന്നു പോകുന്നറിയാം. അതുകൊണ്ട് എക്സ്ട്രാ സ്പെയർ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് കൊടുത്തിട്ടാ. വൈകുന്നേരം ആകുമ്പോഴേക്കും അടുത്ത സ്ഥലത്തേക്ക് എത്തും. അതൊരു കിടിലിനടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് കണ്ടാലോ. ടാറ്റാ, ബൈ ബൈ.